ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടാലന്റ് ഹണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൽ ഇന്നത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ ഗണിത ക്ലാസ്സിൽ നൽകിയിട്ടുള്ള വർക്ക്ഷീറ്റ് ആണ്, പ്രവർത്തനങ്ങളാണ്. കൂട്ടുകാരെ, ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പ്രവർത്തനത്തിലേക്ക് കടക്കാം. റെക്ടാങ്കിൾ ആൻഡ് പാരലലോഗ്രാം. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചതുരം. ചതുരവും പാരലലോഗ്രാം അതായത് സമാന്തരികവും. കട്ട് ഔട്ട് ഈ കാർഡ്ബോർഡ് റെക്ടാങ്കിൾ. കൂട്ടുകാർ ഒരു കാർഡ്ബോർഡ് എടുത്ത് അത് റെക്ടാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, വെട്ടിയെടുക്കുക. നൗ കട്ട് എ ട്രയാങ്കിൾ ത്രൂ ദ ബോട്ടം കോർണർ ആസ് ഷോൺ ബിലോ. ചിത്രത്തിൽ കാണുന്നത് പോലെ റെക്ടാങ്കിളിന്റെ താഴത്തെ മൂലയിൽ കൂടി ചെരിച്ചു വെട്ടുക. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ആണ് ലഭിക്കുന്നത് അല്ലേ? നമുക്കൊരു ട്രയാങ്കിൾ ആണ് ലഭിക്കുന്നത്. പ്ലേസ് ദ ട്രയാങ്കിൾ ഓൺ ദ അതർ സൈഡ് ലൈക്ക് ദിസ്. ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ റെക്ടാങ്കിളിന്റെ മറ്റൊരു വശത്തായിട്ട് ഈ ട്രയാങ്കിൾ വെക്കുക, വെട്ടിയെടുത്ത് വെക്കുക. കൂട്ടുകാർക്ക് എന്താണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്? ഒരു പാരലലോഗ്രാം ആണ് അല്ലേ? ഒരു സമാന്തരികമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈസ് ദിസ് എ പാരലലോഗ്രാം? ഇത് പാരലലോഗ്രാം സമാന്തരികമാണോ? യെസ്, അതെ. വൈ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇതൊരു പാരലലോഗ്രാം ആണ് എന്ന് നിങ്ങൾ പറയാൻ കാരണം എന്താണ്? Yes, this is a parallelogram because the opposite sides are parallel. എതിർവശങ്ങൾ സമാന്തരമായതുകൊണ്ട്, പാരലൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പാരലലോഗ്രാം എന്ന് പറയുന്നത് അല്ലേ? കൂട്ടുകാരെ, അടുത്ത പ്രവർത്തനം ഇതാണ്. In the quadrilateral shown below, both pairs of opposite sides are parallel. കൂട്ടുകാരെ, നമുക്ക് കാട്ടിയിരിക്കുന്ന ചതുർഭുജം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ ചതുർഭുജം. Both pairs of opposite sides are parallel. Can you draw this with the same length and angle? കൂട്ടുകാരെ, ഇവിടെ ലെങ്ത്, അതിന്റെ നീളവും ആംഗിളും കോണും നൽകിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് നിങ്ങൾക്കും ഇതുപോലെ ഇതേ ലെങ്ത് ഉള്ള, ഇതേ ആംഗിളുള്ള ഇതുപോലുള്ളൊരു ക്വാഡ്രിലേറ്റർ വരയ്ക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. കൂട്ടുകാർക്ക് വരയ്ക്കാൻ സാധിക്കില്ലേ? സാധിക്കും. എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. കൂട്ടുകാർ ആദ്യം സ്കെയിൽ എടുത്ത് നോട്ട്ബുക്കിൽ 5 സെന്റിമീറ്റർ ഉള്ള ഒരു വര വരയ്ക്കുക. ഓക്കെ, 5 സെന്റിമീറ്റർ ഉള്ള ഒരു വര വരച്ചാൽ മതി. ശേഷം കൂട്ടുകാരുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുക്കണം. ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുത്ത് അത് തുറന്നതിന് ശേഷം പ്രൊട്രാക്ടർ എടുക്കുക. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാം പ്രൊട്രാക്ടർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആംഗിൾ മെഷർ ചെയ്യാനാണ് അല്ലെ? കോണുകൾ അളക്കാനാണ് നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നത്. കൂട്ടുകാര് പ്രൊട്രാക്ടർ എടുത്ത് ഈ ഒരു മൂലയിൽ വെക്കുക. കൂട്ടുകാർക്ക് ചിത്രത്തിൽ കാണാം, ഈ ഒരു മൂലയിൽ കൊണ്ടുവയ്ക്കുക, ഈ ഒരു കോർണറിൽ വെക്കുക. വെച്ചതിന് ശേഷം 30 ഡിഗ്രി നിങ്ങൾ അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തിയോ? അടയാളപ്പെടുത്തിയതിന് ശേഷം ആ അടയാളപ്പെടുത്തിയതിലേക്ക് നിങ്ങൾ 3 സെന്റിമീറ്റർ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് 3 സെന്റിമീറ്ററുള്ള ഇതുപോലുള്ള ഒരു വര കിട്ടും. ഓക്കെ, 3 സെന്റിമീറ്റർ ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ശേഷം നിങ്ങൾ ഈ ഒരു കോർണറിൽ വെച്ചിട്ട്, അഥവാ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രി അടയാളപ്പെടുത്തണം. അതിലേക്ക് 3 സെന്റി അടയാളപ്പെടുത്തിയതിന് ശേഷം ആ അടയാളപ്പെടുത്തിയതിലേക്ക് 3 സെന്റിമീറ്റർ ആണ് വരയ്ക്കേണ്ടത്. കൂട്ടുകാർ, ഇപ്പോൾ നിങ്ങൾക്ക് എതിർവശങ്ങൾ ഓപ്പോസിറ്റ് സൈഡ്സ് 3 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു പാരലൽ ലൈൻസ് കിട്ടിയല്ലേ? കിട്ടിയില്ലേ കൂട്ടുകാരെ? ഓക്കെ, അതിനുശേഷം നിങ്ങൾ മുകളിലെ 2 പോയിന്റുകളും യോജിപ്പിക്കണം. ഓക്കെ, കണക്ട് ചെയ്യണം. ഇതുപോലുള്ളൊരു ക്വാഡ്രിലേറ്റർ ചതുർഭുജം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു ഫിഗർ ഉണ്ടല്ലോ, ഈ ഒരു രൂപമുണ്ടല്ലോ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പാരലലോഗ്രാം, സമാന്തരികം. എ ക്വാഡ്രിലേറ്റർ ലൈക്ക് ദിസ് വിത്ത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ഈസ് കോൾഡ് എ പാരലലോഗ്രാം. ഓപ്പോസിറ്റ് സൈഡ്സ് എതിർവശങ്ങൾ സമാന്തരമായിട്ടുള്ളത്, എതിർവശങ്ങൾ പാരലൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ക്വാഡ്രിലേറ്ററിനെ, ചതുർഭുജങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് പാരലലോഗ്രാം. എന്താണ് പറയുന്നത്? പാരലലോഗ്രാം. ഓക്കെ, ഒരു പ്രവർത്തനം കൂടിയുണ്ട് കൂട്ടുകാരെ, അത് വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. വീഡിയോ മുഴുവനായും കാണുക. കൂട്ടുകാരെ, നമ്മുടെ 2ാമത്തെ പാഠമാണ് സമാന്തര വരകൾ, ചതുരവും സമാന്തരികവും. കൂട്ടുകാരിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആക്ടിവിറ്റി ആണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ആക്ടിവിറ്റി, കാർഡ്ബോർഡിൽ ഒരു ചതുരം വെട്ടിയെടുക്കുക. കൂട്ടുകാർ ഒരു കാർഡ്ബോർഡ് എടുക്കുക, എന്നിട്ട് റെക്ടാങ്കിൾ ഒരു ചതുരം വരയ്ക്കുക, എന്നിട്ട് അത് വെട്ടിയെടുക്കുക. ഇനി താഴത്തെ മൂലയിൽ കൂടി ചെരിച്ചു വെട്ടി ചുവടെ കാണുന്നത് പോലെ ഒരു ത്രികോണം മുറിച്ചെടുക്കുക. ഓക്കെ, നിങ്ങൾ താഴത്തെ മൂലയിൽ നിന്ന്, താഴത്തെ പോയിന്റിൽ നിന്ന് ചെരിച്ചു വെട്ടണം. ഓക്കെ കേട്ടോ, ചെരിച്ചു വെട്ടിയതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ത്രികോണമാണ്. ഓക്കെ, ഒരു ത്രികോണം കിട്ടും, അത് നിങ്ങൾ മുറിച്ചെടുക്കണം. ഇനി ആ ത്രികോണം നിങ്ങൾ മറുവശത്ത് ചേർത്ത് വെക്കണം. ചേർത്ത് വെച്ചോ?
വെച്ചു അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് എന്താണ്? സമാന്തരികമാണോ? പാരലലോഗ്രാം ആണോ നിങ്ങൾക്ക് ലഭിച്ചത്? യെസ്, അതെ. എന്തുകൊണ്ട്? കാരണം ഇതിന്റെ എതിർവശങ്ങൾ തുല്യമാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു സമാന്തരികമാണ്. കൂട്ടുകാരെ എല്ലാം ഇതിന്റെ ആൻസർ എഴുതിയല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. ചുവടെ വരച്ചിരിക്കുന്ന ചതുർഭുജത്തിന്റെ 2 ജോഡി എതിർവശങ്ങളും സമാന്തരമാണ്. ഈ ചതുർഭുജം ഇതേ അളവുകളിൽ വരയ്ക്കാമോ? കൂട്ടുകാരെ ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ പറഞ്ഞു തന്നല്ലോ. ആദ്യം 5 സെന്റിമീറ്റർ ഉള്ള ഒരു വര നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം ഒരു പോയിന്റിൽ അഥവാ ഒരു മൂലയിൽ വെച്ചതിന് ശേഷം നിങ്ങൾ 30 ഡിഗ്രി അടയാളപ്പെടുത്തണം. 30 ഡിഗ്രി അടയാളപ്പെടുത്തി അതിലേക്ക് 3 സെന്റിമീറ്റർ വെച്ച് വരയ്ക്കണം. 3 സെന്റിമീറ്റർ വരച്ചതിന് ശേഷം നിങ്ങൾ ആ പ്രൊട്രാക്ടർ എടുത്ത് മറ്റൊരു മൂലയിൽ വെക്കുക. മറ്റൊരു മൂലയിൽ വെച്ചതിന് ശേഷം അവിടെയും 30 ഡിഗ്രി അടയാളപ്പെടുത്തണം. 30 ഡിഗ്രി അടയാളപ്പെടുത്തണം. എന്നിട്ട് അത് 3 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയായിരിക്കണം. ശേഷം നിങ്ങൾ മുകൾ ഭാഗം യോജിപ്പിക്കണം. ഓക്കെ, എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് മനസ്സിലായോ? എതിർവശങ്ങൾ സമാന്തരമായ ഇത്തരം ചതുർഭുജത്തിന് സമാന്തരികം പാരലലോഗ്രാം എന്നാണ് പറയുന്നത്. കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു രൂപം കാണുമ്പോൾ മനസ്സിലാകും ഇതിന്റെ എതിർവശങ്ങൾ സമാന്തരമാണ് അല്ലെ, പാരലൽ ആണ്. ഇങ്ങനെയുള്ള ചതുർഭുജങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് സമാന്തരികം, പാരലലോഗ്രാം. കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ അവസാനത്തെ പ്രവർത്തനം. കൂട്ടുകാരെ, ഈ ഒരു പേജ് നോക്കൂ. ഇതൊരു നോട്ട്ബുക്കിന്റെ പേജാണ്. ഈ ഒരു പേജ് നോക്കൂ. ഈ പേജിൽ എല്ലാ വരകളും പാരലലാണ് അല്ലെ, എല്ലാ ലൈൻസും പാരലലാണ്, സമാന്തരമാണ്. നമ്മുടെ മാഷ് പറഞ്ഞത് എന്താണ്? ഇതുപോലുള്ളൊരു പേജ് നിങ്ങൾ വരച്ചുണ്ടാക്കുക. ശേഷം ആ പേജിന് നിങ്ങൾ ഒരു ഹെഡിങ് കൊടുക്കണം. പാരലൽ ലൈൻസ്, സമാന്തര വരകൾ എന്ന് നിങ്ങൾ ഹെഡിങ് നൽകണം. ശേഷം നിങ്ങൾ ഈ ഒരു പാഠത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പാരലൽ ലൈൻസ്, സമാന്തര വരകളെ കുറിച്ച് എന്താണോ പഠിച്ചത് അത് നിങ്ങൾ ആ ഒരു പേജിൽ എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ലൈൻസ് വിച്ച് ആർ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് എവരിവെയർ ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവെയർ ആർ കോൾഡ് പാരലൽ. ഒരിക്കലും കൂട്ടിമുട്ടാത്ത, എല്ലായ്പ്പോഴും ഒരേ ദൂരമുള്ളതുമായ വരകളാണ് സമാന്തര വരകൾ. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയ കാര്യം അല്ലേ? ഇത് നമുക്ക് ആദ്യം എഴുതാം. രണ്ടാമത്തെ എഴുതേണ്ടത് എ ക്വാഡ്രിലേറ്ററൽ whose opposite sides are parallel is a parallelogram. എതിർവശങ്ങൾ സമാന്തരമായ ചതുർഭുജങ്ങളെ സമാന്തരികം എന്ന് വിളിക്കുന്നു. Parallel lines make equal angles with any other line. സമാന്തരമായ 2 വരകൾ മറ്റേതൊരു വരയുമായും ഒരേപോലെയുള്ള കോണുകളാണ് ഉണ്ടാക്കുന്നത്. സമാന്തരമായ 2 വരകൾ മറ്റേതൊരു വരയുമായും ഒരേപോലെയുള്ള കോണുകളാണ് ഉണ്ടാക്കുന്നത്. Parallel lines make equal angles with any other line. കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. കൂട്ടുകാർക്ക് എല്ലാ ആക്ടിവിറ്റികളും മനസ്സിലായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഏതെങ്കിലും ആക്ടിവിറ്റി മനസ്സിലാകാത്തതുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ്. തുടർന്നും 7ാം ക്ലാസ്സിൻ്റെ വർക്ക്ഷീറ്റ്സ് ഇടുന്നതാണ്. കൂട്ടുകാരുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമല്ലോ. എന്നാൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.